നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില ബോംബ് സിനിമകളിൽ വന്ന് അഭിനയിച്ച് വില കളഞ്ഞ നടന്മാരെ പറ്റിയാണ്. ലിസ്റ്റിലായിട്ടേത് സൽമാൻ ഖാനാണ്. 2022 നമ്മുടെ ലൂസിഫർ സിനിമ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിരഞ്ജീവിയായിരുന്നു നായകൻ. നമ്മുടെ ലൂസിഫർ സിനിമയിൽ പൃഥ്വിരാജും സ്കോഡും വരുന്നത് പോലെ ഇവിടെ സൽമാൻ ഖാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഈ ഒരു സിനിമ ഇറങ്ങിയ പിന്നെ സൽമാൻ ഖാൻ പിന്നീട് അങ്ങോട്ട് ഫുൾ എയറിലായിരുന്നു. സൽമാൻ ഖാൻ മാത്രമല്ല, ചിരഞ്ജീവി അടക്കം സിനിമ മൊത്തത്തിൽ എയറിലായിരുന്നു. എന്തിനാണ് ഇതിൽ വന്ന് അഭിനയിച്ചതെന്ന് സൽമാൻ ഖാന് തന്നെ അറിയില്ല. 120 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ വെറും 100 കോടിയാണ് തിരിച്ചു പിടിച്ചത്. ഇതുപോലെ മറ്റൊരു ബോംബ് പടമായ 2018 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ സീറോ എന്ന സിനിമയിൽ ഇതിലും സൽമാൻ ഖാൻ ഒരു പാട്ട് സീനിൽ ക്യാമിയോ റോൾ ചെയ്തിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 200 കോടിയും കളക്ഷൻ 190 കോടിയുമാണ്. സിനിമ ബോക്സ് ഓഫീസിൽ അടുത്തത് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാന്റെ ബോംബ് പടത്തിൽ സൽമാൻ ഖാൻ വന്നതുപോലെ നേരെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. സൽമാൻ ഖാന്റെ ഒരു ഫ്ലോപ്പ് സിനിമയിൽ ഷാരൂഖ് ഖാനും ക്യാമിയോ ചെയ്തിരുന്നു. ആ ഒരു സിനിമയാണ് 2017 പുറത്തിറങ്ങിയ ട്യൂബ് ലൈറ്റ് എന്ന സിനിമ. ഇതൊരു ബോംബ് പടമല്ല, ഇതൊരു മികച്ച സിനിമ തന്നെയാണ്. കബീർ ഖാൻ ഡയറക്ട് ചെയ്ത നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. പക്ഷേ സിനിമ ഫ്ലോപ്പായിരുന്നു. എന്തുകൊണ്ട് ഫ്ലോപ്പായെന്നാൽ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കബീർ ഖാൻ സൽമാൻ ഖാനെ വെച്ച് ഡയറക്ട് ചെയ്ത മറ്റൊരു സിനിമയായിരുന്നു ബജ്റംഗി ഭായ്ജാൻ. 90 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 900 കോടിയാണ് കളക്ഷൻ നേടിയത്. വലിയൊരു വിജയമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് സിനിമയിലൊന്നാണ്. ഇതിലെ ആക്ഷനും കോമഡി, അഡ്വഞ്ചർ അങ്ങനെ ടച്ചിങ് ആയ ഫീൽ തരുന്ന മികച്ച എൻഡിങ് ഉള്ള സിനിമയാണ്. എല്ലാവരും തന്നെ കബീർ ഖാൻ സൽമാൻ ഖാൻ കോംബോയിൽ മറ്റൊരു സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ബജ്റംഗി ഭായ്ജാന്റെ ആ ഒരു ലെവല് പ്രതീക്ഷിച്ചു. പക്ഷേ ട്യൂബ് ലൈറ്റ് എന്ന സിനിമ ഫീൽ ഗുഡ് ആണെങ്കിലും കൂടുതലും ഇമോഷണൽ സീനുകളാണ്. ആക്ഷൻ, കോമഡി ഇതെല്ലാം കുറവായിരുന്നു. ഇതുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ ഉണ്ടായിട്ടും മികച്ച സ്റ്റോറി ഉണ്ടായിട്ടും സിനിമ ഫ്ലോപ്പായി മാറിയത്. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 200 കോടി കളക്ഷൻ നേടി. ഇതെങ്ങനെയെന്നാൽ അത് സൽമാൻ ഖാന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. എത്ര വലിയ ബോംബാണെങ്കിലും 100 കോടിക്ക് മേലെ കളക്ഷൻ നേടും. അങ്ങനെ ഈ ഒരു സിനിമ ഒരു മികച്ച ടച്ചിങ് ആയ സിനിമയായിരുന്നിട്ടും ഫ്ലോപ്പായി മാറി. ഇതിൽ ഷാരൂഖ് ഖാന്റെ റോള് ചില നിസാര മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു മജിഷ്യന്റെ റോളിലാണ് വന്നത്. മികച്ച റോള് തന്നെയായിരുന്നു. അടുത്ത സിനിമയാണ് ആമിർ ഖാന്റെ ലാൽ സിംഗ് ചദ്ദ. സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. ഫോറസ്റ്റ് ഗംപ് എന്ന വേൾഡ് ഫേമസ് ആയ സിനിമ ചെറിയ ചില ചേഞ്ചസ് വരുത്തി അതേപടി റീമേക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു ലാൽ സിംഗ് ചദ്ദ. സീക്രട്ട് സൂപ്പർ സ്റ്റാർ, ദംഗൽ തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയ്ക്ക് ശേഷം ആമിർ ഖാന്റെ നെക്സ്റ്റ് മൂവിയായിരുന്നു ലാൽ സിംഗ് ചദ്ദ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 150 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 130 കോടിയാണ് കളക്ഷൻ നേടിയത്. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ടീനേജ് പയ്യനായി ഷാരൂഖ് ഖാൻ വരുന്നൊരു സീനുണ്ട്. നിസാര മിനിറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഷാരൂഖ് ഖാനെ ടീനേജ് പയ്യനാക്കാൻ വേണ്ടി CGI യൂസ് ചെയ്തിരുന്നു. ഈ ഒരു സീനിന് മാത്രം 10 കോടിക്ക് മേലെ ചെലവായി. അടുത്തത് ഋതിക് റോഷനാണ്. ഋതിക് റോഷൻ ക്യാമിയോ റോളിൽ വന്ന സിനിമകൾ വളരെ റയറാണ്. 2 സിനിമകളിൽ മാത്രമേ ഋതിക് റോഷൻ ക്യാമിയോ റോൾ ചെയ്തിട്ടുള്ളൂ. ഏറ്റവും ഫേമസ് ആയ ഒരു ക്യാമിയോ ആയിരുന്നു 2011 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ ഡോൺ 2 എന്ന സിനിമ. ഇതൊരു ബോംബ് സിനിമയല്ല, ആ വർഷം ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു സിനിമയാണ്. ഡോൺ 2ന്റെ ബഡ്ജറ്റ് 76 കോടിയും കളക്ഷൻ 200 കോടിക്ക് മേലെയാണ്. ഈ ഒരു സിനിമയിൽ ഋതിക് റോഷൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമിയോ 5 മിനിറ്റിൽ കൂടുതലുണ്ട്. മികച്ച ക്യാമിയോ ആയിരുന്നു. പക്ഷേ പല ലോജിക് മിസ്റ്റേക്കിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ എയറിലായ ഒരു ക്യാമിയോ കൂടിയാണ്. എന്താണ് പ്രശ്നമെന്നാൽ ഋതിക് റോഷൻ ഈ സിനിമയിൽ മറ്റൊരു ക്യാരക്ടർ അല്ല, ഷാരൂഖ് ഖാൻ തന്നെയാണ്. അതായത് ഷാരൂഖ് ഖാൻ വേഷം മാറി ഋതിക് റോഷനായി വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട്. മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഷാരൂഖ് ഖാനും ഋതിക് റോഷനും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല ബോഡിയും ഡിഫറെന്റ് ആണ്. മിഷൻ ഇമ്പോസിബിൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സ്പെഷ്യലായി കറക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ചെറിയ രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീനാണിത്. ഇതുപോലെ ഋതിക് റോഷൻ 2013 പുറത്തിറങ്ങിയ മെയിൻ കൃഷ്ണ കൂൻ എന്ന മറ്റൊരു സിനിമയിൽ ചെറിയൊരു ക്യാമിയോ ചെയ്തിരുന്നു. ഈ ഒരു സിനിമ ആനിമേഷനും ലൈവ് ആക്ഷനും മിക്സഡ് ആണ്. ഇങ്ങനെയുള്ള സിനിമകൾ എത്ര മികച്ചതാണെങ്കിലും ഇന്ത്യയിൽ മാർക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും ഫ്ലോപ്പായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു സിനിമയെ പറ്റി അറിയുന്നത്. ഈ ഒരു സിനിമയിൽ ഋതിക് റോഷനായി തന്നെയാണ് വരുന്നത്. ഇതിലെ കൃഷ്ണ ക്യാരക്ടറാണ്
ഹൃതിക് റോഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ സിനിമ വലിയൊരു ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഹൃതിക് റോഷൻ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയില്ല. അടുത്തത് നടനല്ല, വേൾഡ് ഫേമസ് ബോക്സറായ മൈക്ക് ടൈസൺ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, പാൻ ഇന്ത്യൻ ബോംബുകളിലൊന്നായ ലൈഗർ സിനിമയിൽ മൈക്ക് ടൈസൺ ഒരു ക്യാമിയോ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു ക്യാമിയോ മാത്രമാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഇത് ലിജൻഡായ ഒരു വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പല സീനുകളുണ്ടായിരുന്നു. പിന്നീട് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഈ ഒരു സിനിമയെ പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചതേ മൈക്ക് ടൈസൺ ഓർമ്മയില്ല. ഇനിയൊരു പക്ഷെ മൈക്ക് ടൈസൺ ഇത് വല്ല പരസ്യമാണെന്ന് വിചാരിച്ചുവെന്നും അതും പറയാൻ പറ്റില്ല. ആ ലെവലായിരുന്നു സിനിമ. അടുത്തത് അമിതാഭ് ബച്ചനാണ്. കൽക്കി എന്ന സിനിമയിൽ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറിന്റെ മികച്ച സ്ക്രീൻ പ്രസൻസ് നമ്മൾ കണ്ടതാണ്. അമിതാഭ് ബച്ചന് അന്നും ഇന്നും എന്നും മാസ് റോളുകൾ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കൽക്കി. എന്നാൽ ബോളിവുഡിലേക്ക് വരുമ്പോൾ അവർ വേണ്ട വിധത്തിൽ അമിതാഭ് ബച്ചനെ യൂസ് ചെയ്യുന്നില്ല. എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നറിയില്ല. ഇതിന്റെ എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഗൺപത് എന്ന സിനിമ. ഒരു നിസാര റോളിൽ അമിതാഭ് ബച്ചനെ പോലെയുള്ള വലിയ നടന്മാരെ കാസ്റ്റ് ചെയ്തു. മെയിൻ റോളിൽ ടൈഗർ ഷെറൂഫും. സിനിമ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കൽക്കി സിനിമയുമായി ചെറിയ ചില സാമ്യങ്ങൾ ഈ ഒരു സിനിമയിലുമുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി നടക്കുന്നത് 2070 AD-യിലാണ്. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് കഴിഞ്ഞ ലോകം. ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകളെ ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നോർമൽ ക്യാരക്ടറാണ് അമിതാഭ് ബച്ചൻ. നിസ്സാര മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു വില്ലനെ കാണിക്കുന്നു. കൽക്കി സിനിമയിലെ പോലെ ഇദ്ദേഹത്തിനും ഒരു പുലിയുണ്ട്. പക്ഷെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ പുലിയാണ്. ഇയാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറാണ് നമ്മുടെ ടൈഗർ ഷെറൂഫ്. ഫൈറ്റ് നടത്തി ബെറ്റ് വെച്ച് പൈസ ഉണ്ടാക്കലാണ് ടൈഗർ ഷെറൂഫിന്റെ ജോലി. അങ്ങനെ ടൈഗർ ഷെറൂഫിന്റെ ബോസിന്റെ ലവറെ തന്നെ ടൈഗർ ഷെറൂഫ് വളയ്ക്കുകയും തുടർന്ന് ബോസുമായി നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലെ. മൊത്തത്തിൽ സിനിമ ഒരു ബോംബായിരുന്നു. 200 കോടി ബഡ്ജറ്റിൽ വന്ന് 10 കോടി തിരിച്ചു പിടിച്ചു. അടുത്ത കാലത്ത് ബോളിവുഡിൽ അമിതാഭ് ബച്ചന് നൽകിയതിൽ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം മികച്ച റോള് അത് ബ്രഹ്മാസ്ത്ര സിനിമയിലെയാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്കയാണ്. ഇതൊരു ക്യാമിയോ റോളല്ല, സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഏജന്റ് എന്ന സിനിമയിൽ മമ്മൂക്ക മഹാദേവ് എന്ന ക്യാരക്ടർ ചെയ്തു. 85 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ വെറും 8 കോടിയാണ് കളക്ഷൻ നേടിയത്. മമ്മൂക്കയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു സിനിമ. ഡോക്ടർ എന്താ ഇതൊക്കെ?